നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കർണാടകയിലെ ചിക്കമംഗളൂരു മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് 3 ദിവസം മുമ്പ് കാണാതായ പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നും മലയാളി വാർത്തയിൽ കുട്ടിയെ കാണാതായിട്ട് 3 ദിവസം കഴിഞ്ഞു. തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. എവിടെ പോയി? കാടിൻ്റെ ആ വന്യതയിൽ അകപ്പെട്ടോ അതോ ജീവനോടെ ഉണ്ടോ, മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടു പോയോ എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇന്നും ശ്രീനന്ദയ്ക്കായിട്ടുള്ള തിരച്ചിൽ അവിടെ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഉച്ചയോടുകൂടി ഈ ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ മലയാളികൾക്കൊക്കെ തന്നെ വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു ഇരുന്നിരുന്നത്. കാരണം കണ്ടെത്തും, ജീവനോടെ തന്നെ ശ്രീനന്ദയെ കണ്ടെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് 1% ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ശ്രീനന്ദയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിന് സമീപത്തെ 1500 അടി താഴ്ചയുള്ള കൊക്കയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി പോലീസും വനംവകുപ്പും അഗ്നിരക്ഷാ സേനയും സംയുക്തമായി നടത്തി വന്ന തെരച്ചിലിനൊടുവിലാണ് ഈ ദാരുണമായ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാണിക്യധാര വ്യൂ പോയിന്റിനോട് ചേർന്നുള്ള ചെങ്കുത്തായ മലനിരകളിലാണ് തെരച്ചിൽ കേന്ദ്രീകരിച്ചിരുന്നത്. തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് മൃതദേഹം കിടക്കുന്ന സ്ഥലം തിരിച്ചറിഞ്ഞത്. പക്ഷേ ആ ഒരു കാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പലയിടത്തും വളരെ ചെങ്കുത്തായ മലനിരകളും പാറക്കല്ലുകളൊക്കെ തന്നെ ഉള്ളതിനാൽ ഈ കിടക്കുന്ന ശ്രീനന്ദയുടെ മൃതദേഹം കിടക്കുന്ന സ്ഥലം വളരെ ആഴമുള്ള കൊക്കയാണ്. അവിടെ നിന്ന് മൃതദേഹം മുകളിലെത്തിക്കുക എന്നത് അതീവ വെല്ലുവിളിയാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും കൊക്കയിലേക്ക് ഇറങ്ങി മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ അവിടെ എത്തിച്ചിട്ടുണ്ട്. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശികളായ രമേശ് രോഹിണി ദമ്പതികളുടെ മകളാണ് ശ്രീനന്ദ. 10ാം ക്ലാസ് പരീക്ഷ എഴുതി വേനലവധിക്കാലം ആഘോഷിക്കാനായിട്ട് എത്തിയതാണ്. ഈ ചൊവ്വാഴ്ചയാണ് ഏകദേശം 40 അംഗ യാത്ര സംഘത്തോടൊപ്പം കുടുംബം എത്തിയത്. അതിനൊപ്പം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അടക്കം ഏകദേശം 40ഓളം ആളുകളാണ് ഒരു ഉല്ലാസ യാത്രയ്ക്കായിട്ട് ഇവിടെ എത്തിയത്. പക്ഷേ മടങ്ങി പോകുമ്പോൾ അവർ വളരെ ദുഃഖത്തോടെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ മകളില്ലാതെയാണ് അവർ എല്ലാവരും തിരിച്ചു പോകുന്നത്. വാർത്തയറിഞ്ഞ് നിരവധി ആളുകളാണ്, ശ്രീനന്ദയുടെ ബന്ധുക്കളൊക്കെ തന്നെയായിരുന്നു ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അവരവിടെ താമസിക്കുകയും രക്ഷാപ്രവർത്തനത്തിൽ അവരും ഏർപ്പെടുകയും ചെയ്തിരുന്നു. ശ്രീനന്ദയെ തിരയുന്ന സംഘത്തിനൊപ്പം തന്നെ അവരും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വിഫലമായി. ശ്രീനന്ദയെ മരിച്ച നിലയിൽ അവിടെ കാണുകയാണ്. കുട്ടി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാകാമെന്ന കുടുംബത്തിൻ്റെ സംശയങ്ങൾക്കിടെയാണ് ഇപ്പോൾ മൃതദേഹം മലയിടുക്കിൽ കണ്ടെത്തിയിരിക്കുന്നത്. മകൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ 4 ദിവസമായി ചിക്കമംഗളൂരിൽ തുടരുന്ന കുടുംബത്തിന് ഈ വാർത്ത വലിയ ആഘാതമായിരിക്കുകയാണ്. കാരണം ഇന്നും ആ കുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും വളരെ ഇടറുന്ന ശബ്ദത്തിലാണ് അവരുടെ അമ്മ പ്രതികരിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഇല്ല, മകളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്, അങ്ങനെ അല്ലാതെ ഒന്നും തന്നെ സംഭവിക്കില്ല, മകളെ ആരെങ്കിലും പിന്തുടർന്നോ. കാരണം ഇവർ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരത്തിൽ പല വിനോദസഞ്ചാര മേഖലകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആരെങ്കിലും അവിടെ കുട്ടിയെ ഫോളോ ചെയ്ത് വന്ന് ആരെങ്കിലും ഡ്രഗ്സ് കൊടുത്തോ അല്ലെങ്കിൽ കുട്ടിയെ ഞങ്ങൾ ആരും കാണാതെ തട്ടിക്കൊണ്ടു പോയതോ മറ്റോ ആണോ എന്നുള്ള സംശയമായിരുന്നു ആ അമ്മ ഉന്നയിച്ചിരുന്നത്. അതായത് അപ്പോഴും കുട്ടി അവിടെ ജീവനോടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അത് അവർ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു പ്രതികരണം, അമ്മയുടെ പ്രതികരണം കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് മകളുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഈ ഇത്തരത്തിലുള്ള വിനോദസഞ്ചാരങ്ങളിൽ നമ്മുടെ മലയാളികളെ പ്രത്യേകിച്ച് കാണാതാക്കുന്നത് വലിയൊരു വാർത്തയാകുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ആശങ്ക ഉയർത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ കുടകിൽ ട്രക്കിങ്ങിനായിട്ട് പോയ ശരണ്യ എന്ന യുവതിയെ കാണാതാവുകയും 3 ദിവസത്തിന് ശേഷം ശരണ്യയെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ വാർത്ത വന്നത്. അപ്പോൾ തന്നെ പല വിമർശനങ്ങളും ഉയരുന്നുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര മേഖലകളെ സംബന്ധിച്ച് അവിടുത്തെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഒരു നാട്ടിലുള്ള നമ്മുടെ ഒരു മലയാളി കുട്ടി ഇത്തരത്തിൽ അവിടെ പോയി കാണാതാവുകയും ഇപ്പോൾ ആ കുട്ടിയുടെ മൃതദേഹം അവിടെ കിട്ടുകയും ചെയ്തിരിക്കുന്ന വളരെ
അതിദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും എങ്ങനെയാണ് ഇനി ഒരു അപകടം സംഭവിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇനി പോലീസ് എത്തും. മാണിക്യധാര വ്യൂ പോയിന്റിൽ നിന്ന് കുട്ടി കാൽ വഴുതി വീണതാകാം എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ശ്രീനന്ദ. മൃതദേഹം പുറത്തെടുത്ത ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. അതിശ്രമകരമായ ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഇനി മണിക്കൂറുകൾ എടുത്തേക്കുമെന്നാണ് വിവരം. പോസ്റ്റ്മോർട്ടം അതിനിർണായകമാകും. പാലക്കാട് നിന്ന് ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം സ്ഥലത്തുണ്ട്. ഒടുവിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചതോടെ കടമ്പഴിപ്പുറം ഗ്രാമം ഒന്നടങ്കം കണ്ണീരിലായിരിക്കുകയാണ്. കാരണം ശ്രീനന്ദയും കൊണ്ടേ മടങ്ങൂ, ജീവനോടെ ശ്രീനന്ദയും കൊണ്ടേ മടങ്ങൂ എന്നുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥനയുമായിരുന്നു അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ ഒരു കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ് ആ കുടുംബത്തെ, അല്ലെങ്കിൽ ആ വിനോദയാത്രയ്ക്ക് വന്നിട്ടുള്ള ഒരു സംഘത്തെ എന്ന് പറയുന്നത്. പല ദിവസങ്ങളിലും തിരച്ചിൽ അതീവ ദുഷ്കരമാണ്. കാരണം സന്ധ്യയോട് അടുക്കുമ്പോൾ തന്നെ കനത്ത മൂടൽ മഞ്ഞും ഇരുട്ടും വീഴുന്നതിനാൽ എപ്പോഴും ആ ഒരു ഭാഗം, ഈ ഒരു കാടിൻ്റെ പൊതുവേ കാടുകളുടെ ഭാഗം നമുക്കറിയാം, പകൽ കാണുന്ന സൗന്ദര്യമല്ല, രാത്രിയാകുമ്പോൾ വളരെ ഭയം നിഴലിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്കവിടെ ഉണ്ടാവുക. അപ്പോൾ രാത്രി കാലങ്ങളിൽ അവിടെ തിരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നു. പിന്നീട് കാലാവസ്ഥയും ഇത്തരത്തിൽ കനത്ത മൂടൽമഞ്ഞ് നിലനിൽക്കുന്നതിനാൽ കാലാവസ്ഥയും ദുഷ്കരമായിരുന്നു. എന്നിരുന്നാലും പരമാവധി പറ്റാവുന്നത് പോലെയൊക്കെ തന്നെ കൃത്യമായിട്ട് അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകം സംഘങ്ങളായി തിരഞ്ഞായിരുന്നു അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നത്. എവിടെയെങ്കിലും കുട്ടി കുടുങ്ങിക്കിടക്കുകയാണോ എന്നുള്ള ഒരു പ്രതീക്ഷ ആ തിരച്ചിൽ നടത്തുന്നവർക്കുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത വരുന്നത്. ഇതിൽ നിന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക, തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇത്തരത്തിൽ യാത്ര പുറപ്പെടുന്ന ആളുകൾ, അത് ഫാമിലി ആയിട്ടാണെങ്കിലും ഒറ്റയ്ക്ക് സോളോ യാത്രകൾ പുറപ്പെടുന്ന ആളുകളാണെങ്കിലൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ സ്ഥലത്തും ഓരോ തരത്തിലായിരിക്കും പ്രകൃതി. അവിടെയുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും പ്രദേശവാസികൾക്കൊക്കെ തന്നെയായിരിക്കും അവിടെയുള്ള ഒരു ഭൂപ്രകൃതിയെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവ സമ്പത്ത് ഉണ്ടാവുക. നമ്മൾ ആദ്യമായി ചെല്ലുന്ന ഒരാൾക്ക് അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കാര്യമായിട്ടുള്ള യാതൊരു ധാരണയും ഉണ്ടാകില്ല. ഒരു പക്ഷേ നമ്മളൊക്കെ തന്നെ ഗൂഗിളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റാരെങ്കിലും കേട്ടോ പറഞ്ഞൊക്കെ കേട്ടുള്ള ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. പക്ഷേ അവിടെയുള്ള അനുഭവസ്ഥർ പറയുന്ന ആ കാര്യങ്ങൾ അത് വളരെ പ്രധാനമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള യാത്രകൾക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ടും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സുരക്ഷ തന്നെയാണ്. അവിടുന്ന് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നമ്മളും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിലുള്ള യാത്രകൾക്ക് പുറപ്പെടേണ്ടത്.